നമ്മൾ മേടിക്കുന്ന 9 വാട്ടിൻ്റെ ബൾബ് 9 വാട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ചെക്ക് ചെയ്യുന്നത് ഓറിയൻറ്റ്, ഗോൾഡ് മെഡൽ, വാട്ട്സ്, RR, ബീക്കോൺ ഈ 3 അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഇതൊരു 6-in-1 എനർജി മീറ്ററാണ്. ഇതിൽ നമുക്കിവിടെ വാട്ടേജ് അറിയാം, എനർജി അറിയാം, വോൾട്ടേജ് അറിയാം, ഫ്രീക്വൻസി അറിയാം, കറണ്ട് എടുക്കുന്ന അറിയാം, പവർ ഫാക്ടർ അറിയാം. ഇപ്പോൾ ഓരോ ബൾബുകളും പറയുന്നത്, ഓരോ കമ്പനികളും പറയുന്നത് 0.9 പവർ ഫാക്ടറിന് മുകളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഓറിയൻറ്റിൻ്റെ 9 വാട്ടിൻ്റെ ബൾബാണ്. 9 വാട്ടിൻ്റെ ബൾബ് തെളിച്ച് നോക്കാം. തെളിച്ച് നോക്കുമ്പോഴത്തേക്കും നിലവിലെടുക്കുന്നത് 6 to 7 വാട്ട്. ഇപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് 221. നമ്മൾ രാത്രിയിലാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ 7 വാട്ടാണ് മാക്സിമം എടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഗോൾഡ് മെഡലിൻ്റെ 9 വാട്ടിൻ്റെ ബൾബാണ്. അപ്പോൾ ഗോൾഡ് മെഡലിൻ്റെ 9 വാട്ടിൻ്റെ ബൾബ് എത്ര വാട്ട് എടുക്കുന്നു നോക്കാം. ഗോൾഡ് മെഡലും നമ്മുടെ രാത്രിയിലെ KCBയുടെ വോൾട്ടേജിൽ 7 വാട്ട് ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വാട്ട്സിൻ്റെ 9 വാട്ട് 6500K ബൾബാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അത് 8 വാട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ട്. വാട്ട്സ് നമുക്ക് 222 വോൾട്ടാണ്, 8 വാട്ട് ഔട്ട്പുട്ട് തരുന്നുണ്ട്. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് RRൻ്റെ ബൾബാണ്. RR കേബിൾസിൻ്റെ, RR ലൈറ്റിങ്ങിൻ്റെ, RR അവിഡൈറ്റ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 9 വാട്ട് RRൻ്റെ 9 വാട്ട് ബൾബാണ്. 9 വാട്ട് ബൾബ് ചെക്ക് ചെയ്ത് നോക്കാം. RR കറക്റ്റായിട്ട് 9 വാട്ട് തന്നെ തരുന്നുണ്ട്. 0.81 to 1 ആണ് പവർ ഫാക്ടർ കാണിക്കുന്നത്. ആക്ച്വലി ശരിക്കും പ്രോപ്പറായിട്ട് പറയുന്ന വാട്ടേജും പറയുന്ന പവർ ഫാക്ടറും ഉള്ള ഒരു ബൾബ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ബീക്കോൺ എന്നൊരു ബ്രാൻഡുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് 7 വാട്ട് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കാശ് കൊടുത്ത് 9 വാട്ട് ബൾബ് മേടിക്കുന്ന ഒരാൾക്ക് ഏത് ബൾബാണ് മികച്ചതെന്ന് നോക്കിയാൽ അത് RRൻ്റെ ഈ 9 വാട്ട് ബൾബാണ് 9 വാട്ട് ഔട്ട്പുട്ട് തരുന്നത്. ബാക്കി ഓറിയൻ്റ് തരുന്നില്ല, ഗോൾഡ് മെഡൽ തരുന്നില്ല, വാട്ട്സ് തരുന്നില്ല, ബീക്കോൺ എന്ന് പറയുന്ന ഈ മോഡൽ നമുക്ക് ഈ 9 വാട്ട് ഔട്ട്പുട്ട് തരുന്നില്ല. അപ്പോൾ നിങ്ങൾ ബൾബ് മേടിക്കുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.